കേരളം മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായി മാറുകയാണെങ്കിൽ സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ ഭൂപ്രകൃതി അഗാധമായ പരിവർത്തനങ്ങൾക്ക് വിധേയമാകും. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങൾക്കിടയിൽ താരതമ്യേന സൗഹാർദ്ദപരമായ സഹവർത്തിത്വത്തിന് ചരിത്രമുള്ള ബഹുസ്വര സമൂഹത്തിന് കേരളം എല്ലായ്പ്പോഴും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സമുദായങ്ങൾ ഓരോന്നും ഈ പ്രദേശത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക വൈവിധ്യത്തിന് ഗണ്യമായ സംഭാവന നൽകിയിട്ടുണ്ട്. കൂടാതെ മതേതരത്വം, വിദ്യാഭ്യാസം, സാമൂഹിക നീതി എന്നിവയ്ക്ക് സംസ്ഥാനം വളരെ കാലമായി ഒരു മാതൃകയാണ്. മുസ്ലിങ്ങൾ ഏറ്റവും വലിയ സമുദായമായി മാറുന്ന ജനസംഖ്യയിലെ ഈ മാറ്റം പ്രവചിക്കാൻ പ്രയാസമുള്ള വിധത്തിൽ കേരളത്തിന്റെ സ്വത്വത്തെ മാറ്റിമറിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുവരും. എന്നാൽ ഈ മാറ്റങ്ങൾ സമീപ ഭാവിയിലും ദീർഘകാലാടിസ്ഥാനത്തിലും നിർണായകമാകുമെന്ന് വ്യക്തമാണ്. മുസ്ലിം ഭൂരിപക്ഷമുള്ള കേരളത്തിന്റെ ഏറ്റവും ഉടനടിയും ദൃശ്യവുമായ സ്വാധീനം സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ചലനാത്മകതയിലായിരിക്കും. വിവിധ സമുദായങ്ങളെ പ്രതിനിധീകരിക്കുന്ന പാർട്ടികൾ ഭരണത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്ന കേരളത്തിന്റെ നിലവിലെ രാഷ്ട്രീയ സംവിധാനം അതിന്റെ മതപരമായ ഘടനയുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. നിലവിൽ കേരളത്തിലെ രാഷ്ട്രീയ ചട്ടക്കൂടിൽ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിലെ പ്രധാന കക്ഷിയാണ്. ഈ പാർട്ടി LDF, ഭാരതീയ ജനതാ പാർട്ടി എന്നിവയ്ക്കൊപ്പം സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ വ്യവഹാരത്തെ രൂപപ്പെടുത്താൻ സഹായിക്കുന്നു. മുസ്ലിങ്ങൾ ഭൂരിപക്ഷ സമുദായമായി മാറുകയാണെങ്കിൽ IUMLന്റെ രാഷ്ട്രീയ സ്വാധീനം ഗണ്യമായി വർദ്ധിക്കുകയും സംസ്ഥാന ഭരണത്തിന്റെ ദിശയെ സ്വാധീനിക്കാൻ പാർട്ടിയെ അനുവദിക്കുകയും ചെയ്യും. കൂടുതൽ മുസ്ലിം നിയമനിർമ്മാതാക്കൾ ഉള്ളതിനാൽ രാഷ്ട്രീയ നയങ്ങളുടെ ശ്രദ്ധ മുസ്ലിം സമൂഹത്തിന്റെ മൂല്യങ്ങൾ, പ്രശ്നങ്ങൾ, ആവശ്യങ്ങൾ എന്നിവ പ്രതിഫലിപ്പിക്കുന്നതിലേക്ക് മാറിയേക്കാം. മുസ്ലിം വിദ്യാഭ്യാസത്തിന് കൂടുതൽ പിന്തുണ, ഇസ്ലാമിക സംസ്കാരം പ്രോത്സാഹിപ്പിക്കൽ, കേരളത്തിന്റെ സാമ്പത്തിക സാമൂഹിക ഘടനയിൽ മുസ്ലിം സമുദായങ്ങളെ മികച്ച രീതിയിൽ സംയോജിപ്പിക്കൽ എന്നിവ നയങ്ങളിൽ ഉൾപ്പെടാം. ഈ മാറ്റങ്ങൾ മുസ്ലിം ശാക്തീകരണത്തിന് മുൻഗണന നൽകുന്ന രാഷ്ട്രീയ അജണ്ടകളിലേക്ക് നയിച്ചേക്കാമെങ്കിലും ഈ മാറ്റം അമുസ്ലിം വിഭാഗങ്ങളെ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾക്കും കാരണമാകും. കൂടാതെ ഇസ്ലാമിക പാർട്ടികളുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം കേരളത്തിന്റെ മതേതര സ്വഭാവത്തിന്റെ പുനർമൂല്യനിർണ്ണയത്തിലേക്ക് നയിച്ചേക്കാം. ചരിത്രപരമായി അതിന്റെ പ്രവർത്തനത്തിന്റെ കേന്ദ്രമായ സംസ്ഥാനത്തിന്റെ മതേതര സ്വത്വം മതപരമായ പ്രത്യയശാസ്ത്രങ്ങളാൽ രാഷ്ട്രീയ വ്യവഹാരങ്ങൾ കൂടുതൽ രൂപപ്പെടുന്നതിനാൽ വെല്ലുവിളികൾ നേരിട്ടേക്കാം. IUML പോലുള്ള ഇസ്ലാമിക രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും ഇസ്ലാമിന്റെ മിതമായ വ്യാഖ്യാനത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിലും മുസ്ലിം സമുദായത്തിനുള്ളിൽ കൂടുതൽ യാഥാസ്ഥിതിക വിഭാഗങ്ങളുടെ ഉയർച്ച മുസ്ലിം ഭൂരിപക്ഷത്തെ അനുകൂലിക്കുന്ന നയങ്ങളിലേക്ക് സംസ്ഥാനത്തെ നയിക്കും. ഇത് വോട്ടർമാരുടെ ധ്രുവീകരണത്തിലേക്ക് നയിച്ചേക്കാം. അമുസ്ലിം സമുദായങ്ങൾക്ക്, പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും രാഷ്ട്രീയമായി അന്യവൽക്കരണം അനുഭവപ്പെട്ടേക്കാം. രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുകളിൽ ഒന്നായ കേരളത്തിലെ വിദ്യാഭ്യാസം സംസ്ഥാനത്തെ ഏറ്റവും പ്രശസ്തമായ നേട്ടങ്ങളിൽ ഒന്നാണ്. മതപരമായ പശ്ചാത്തലം പരിഗണിക്കാതെ എല്ലാ പൗരന്മാർക്കും തുല്യ അവസരങ്ങൾ നൽകാൻ ലക്ഷ്യമിടുന്ന മതേതര വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുന്നതിന് സംസ്ഥാനം വളരെ കാലമായി അറിയപ്പെടുന്നു. എന്നാൽ മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനത്തിലേക്കുള്ള മാറ്റം വിദ്യാഭ്യാസ ഭൂപ്രകൃതിയെ ബാധിക്കും. മുസ്ലിങ്ങൾക്ക് മതവിദ്യാഭ്യാസത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഒരുപക്ഷെ കേരളത്തിന്റെ പുരോഗതിയുടെ മൂലക്കല്ലായ മതേതര വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ചെലവിൽ മദ്രസകളുടെയും ഇസ്ലാമിക സ്കൂളുകളുടെയും എണ്ണത്തിൽ വർധനവുണ്ടാകും. സ്കൂളുകളുടെയും കോളേജുകളുടെയും പാഠ്യപദ്ധതിയിൽ ഇസ്ലാമിക പഠിപ്പിക്കലുകൾ സംയോജിപ്പിക്കുന്നതിന് ശക്തമായ മുന്നേറ്റം ഉണ്ടാകാം. അത്തരം മാറ്റത്തിൽ കൂടുതൽ ഇസ്ലാമിക ചരിത്രം, സംസ്കാരം, സാഹിത്യം എന്നിവ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും അങ്ങനെ മുസ്ലിം സമൂഹത്തിന്റെ മതപരമായ മുൻഗണനകളുമായി പൊരുത്തപ്പെടുന്നതിന് വിദ്യാഭ്യാസ അനുഭവം രൂപപ്പെടുത്തുകയും ചെയ്തേക്കാം. ഇത് മതേതര വിദ്യാഭ്യാസത്തിന്റെ ചെലവിൽ വന്നേക്കാം. ഇത് പരമ്പരാഗതമായി കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ മുഖമുദ്രയായ ബഹുസ്വര മതേതര പഠിപ്പിക്കലുകൾക്ക് ഇടം കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്നത് മറ്റ് സമുദായങ്ങളുമായുള്ള സംയോജനത്തിന്റെ അഭാവത്തിലേക്ക് നയിക്കുകയും പരമ്പരാഗതമായി കേരളത്തെ നിർവചിച്ച ബഹു സാംസ്കാരിക ഘടനയെ ദുർബലപ്പെടുത്തുകയും ചെയ്യും. മറുവശത്ത് മുസ്ലിം ഭൂരിപക്ഷ വിദ്യാഭ്യാസത്തിൽ മുസ്ലിം സ്ത്രീകളെ കൂടുതൽ ശാക്തീകരിക്കാൻ പ്രേരിപ്പിച്ചേക്കാം. കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾക്ക് ചരിത്രപരമായി അവരുടെ പുരുഷ എതിരാളികളെക്കാൾ കുറഞ്ഞ സാക്ഷരതാ നിരക്കാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ലിംഗവിടവ് നികത്തുന്നതിൽ വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കാം. സ്കോളർഷിപ്പുകൾ, വനിതാ വിദ്യാഭ്യാസ സംരംഭങ്ങൾ, മുസ്ലിം സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിലേക്കുള്ള കൂടുതൽ പ്രവേശനം എന്നിവ അത്തരമൊരു സാഹചര്യത്തിൽ പ്രധാന രാഷ്ട്രീയ പ്രശ്നങ്ങളായി മാറുകയും കൂടുതൽ സമത്വമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുകയും ചെയ്യും. സാംസ്കാരികമായി ഹിന്ദു ക്ഷേത്ര ഉത്സവങ്ങൾ മുതൽ ഇസ്ലാമിക ആചാരങ്ങൾ, ക്രിസ്ത്യൻ മതപരമായ ചടങ്ങുകൾ വരെയുള്ള വിവിധ പാരമ്പര്യങ്ങളുടെ സംയോജനത്തിന് കേരളം എല്ലായ്പ്പോഴും അറിയപ്പെടുന്നു. ഈ വൈവിധ്യമാർന്ന മതപരവും സാംസ്കാരികവുമായ പാരമ്പര്യങ്ങളുടെ സഹവർത്തിത്വമാണ് സംസ്ഥാനത്തിന്റെ സാംസ്കാരിക ഭൂപ്രകൃതിയെ പ്രധാനമായും രൂപപ്പെടുത്തുന്നത്. എന്നാൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷ സമുദായമായി തീർന്നാൽ ഇസ്ലാമിക സംസ്കാരം പൊതുസ്ഥലത്ത് കൂടുതൽ പ്രാധാന്യം നേടും. ഈദുൽ ഫിത്തർ, ഈദ് അൽ അദ്ഹ, ഇസ്ലാമിക പുതുവത്സരം തുടങ്ങിയ ഇസ്ലാമിക ഉത്സവങ്ങൾ സർക്കാർ സ്പോൺസർ ചെയ്ത ആഘോഷങ്ങളും വലിയ സമൂഹത്തിൽ നിന്നുള്ള പങ്കാളിത്തവുമുള്ള പ്രധാന പൊതുപരിപാടികളായി മാറിയേക്കാം. ഇസ്ലാമിക കല, സംഗീതം, വാസ്തുവിദ്യ എന്നിവയുടെ പ്രോത്സാഹനം ഒരു മുസ്ലിം ഭൂരിപക്ഷ
സംസ്ഥാനത്ത് കൂടുതൽ വ്യാപകമാകും. ഇസ്ലാമിക കാലിഗ്രഫി, രൂപകൽപ്പന, പള്ളി വാസ്തുവിദ്യ എന്നിവ പൊതു ഇടങ്ങളിൽ കൂടുതൽ പ്രാധാന്യമുള്ളതായി മാറിയേക്കാം. കൂടുതൽ ഇസ്ലാമിക ചിഹ്നങ്ങൾ സാംസ്കാരിക പ്രദർശനങ്ങളിലും ആഘോഷങ്ങളിലും കൂടുതൽ പതിവായി പ്രത്യക്ഷപ്പെടാം. ഹിജാബ്, നിഖാബ്, ബുർക്ക തുടങ്ങിയ പരമ്പരാഗത മുസ്ലിം വസ്ത്രങ്ങൾ കൂടുതൽ ദൃശ്യമാകുകയും ഇസ്ലാമിക മൂല്യങ്ങളായ എളിമയിലും ഭക്തിയിലും ശക്തമായ സാംസ്കാരിക ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തേക്കാം. ഇത് മുസ്ലിം സമുദായത്തിനുള്ളിൽ അഭിമാനബോധവും സാംസ്കാരിക ഐക്യവും പ്രോത്സാഹിപ്പിക്കുമെങ്കിലും കേരളത്തിന്റെ പരമ്പരാഗതമായി വൈവിധ്യമാർന്ന സാംസ്കാരിക ഭൂപ്രകൃതിയിലെ കടന്നുകയറ്റമായി കണക്കാക്കാവുന്ന അമുസ്ലിങ്ങൾക്കിടയിൽ ഇത് ചില അസ്വസ്ഥതകൾ സൃഷ്ടിച്ചേക്കാം. ചരിത്രപരമായി കേരളത്തിന്റെ പാചകരീതി, സംഗീതം, നൃത്തരൂപങ്ങൾ എന്നിവയിൽ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ മുസ്ലിം സമൂഹത്തിന് കാര്യമായ സ്വാധീനമുണ്ട്. കൂടുതൽ മുസ്ലിം ജനസംഖ്യ ഉള്ളതിനാൽ ഈ സാംസ്കാരിക പാരമ്പര്യങ്ങൾ കേരളത്തിന്റെ സ്വത്വവുമായി കൂടുതൽ സംയോജിപ്പിക്കാൻ കഴിയും. ഉദാഹരണത്തിന് സൂഫിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട സംഗീതത്തിനും കവ്വാലി കലയ്ക്കും കൂടുതൽ പ്രേക്ഷകരെ നേടാൻ കഴിയും. ബിരിയാണി, ഹലീം, കബാബ് തുടങ്ങിയ വിഭവങ്ങളുള്ള ഭക്ഷ്യ സംസ്കാരം സംസ്ഥാനത്തിന്റെ പാചകരംഗത്ത് ആധിപത്യം പുലർത്തുകയും മറ്റ് സമുദായങ്ങളുമായി ബന്ധപ്പെട്ട പ്രാദേശിക വിഭവങ്ങളെ പിന്നിലേക്ക് തള്ളിവിടുകയും ചെയ്യും. ഇത് ഇസ്ലാമിക സ്വാധീനങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രത്യേക സാംസ്കാരിക സ്വത്വത്തെ വളർത്തുമെങ്കിലും കേരളത്തിന്റെ ബഹുസ്വരത നിലനിർത്തുന്നതിൽ വെല്ലുവിളി ഉണ്ടാകും. ഇതിന് വിപരീതമായി ഹിന്ദു സാംസ്കാരിക ചിഹ്നങ്ങളുടെയും ആചാരങ്ങളുടെയും സ്വാധീനം കുറയാനിടയുണ്ട്. സംസ്ഥാനത്തിന്റെ സാംസ്കാരിക കലണ്ടറിന്റെ ഭാഗമായ കേരളത്തിലെ പ്രശസ്തമായ ഹിന്ദു ഉത്സവങ്ങളായ ഓണം, വിഷു എന്നിവയിൽ പൊതുസ്ഥലങ്ങളിൽ പങ്കാളിത്തവും ദൃശ്യപരതയും കുറയും. പുതിയ ജനസംഖ്യാപരമായ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാൻ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് കൂടുതൽ സമ്മർദ്ദം നേരിടേണ്ടി വന്നേക്കാം. സംസ്ഥാന സർക്കാർ മറ്റു മതങ്ങളെക്കാൾ മുസ്ലിം കേന്ദ്രീകൃത സാംസ്കാരിക പരിപാടികൾക്ക് മുൻഗണന നൽകിയേക്കാം. അതുപോലെ ക്രിസ്തുമസ്, ഈസ്റ്റർ തുടങ്ങിയ ക്രിസ്ത്യൻ ഉത്സവങ്ങൾക്ക് പ്രാധാന്യം കുറയാൻ സാധ്യതയുണ്ട്. എന്നാൽ അവ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന് പ്രാധാന്യം നൽകുന്നത് തുടരാം. സാമ്പത്തികമായി ഒരു മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനത്തിന്റെ ഉയർച്ച വിഭവങ്ങൾ എങ്ങനെ അനുവദിക്കുന്നു, ഏതൊക്കെ വ്യവസായങ്ങൾക്ക് മുൻഗണന നൽകുന്നു എന്നതിൽ മാറ്റങ്ങൾക്ക് കാരണമാകും. കേരളത്തിലെ മുസ്ലിങ്ങൾ ചരിത്രപരമായി വ്യാപാരം, കൃഷി, പണമയക്കൽ അധിഷ്ഠിത വ്യവസായങ്ങൾ എന്നിവയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അവരിൽ പലരും ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു. മുസ്ലിം ഭൂരിപക്ഷ ജനസംഖ്യയ്ക്ക് ഗൾഫ് രാജ്യവുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനും സാമ്പത്തിക അവസരങ്ങൾ, പണമയക്കൽ, ബിസിനസ് പങ്കാളിത്തം എന്നിവ വർദ്ധിപ്പിക്കാനും കഴിയും. തൽഫലമായി സംസ്ഥാനത്തിന് മിഡിൽ ഈസ്റ്റിൽ നിന്ന് മൂലധനത്തിന്റെ വരവ് കാണാൻ കഴിയും. ഇത് അടിസ്ഥാന സൗകര്യ വികസനം വർദ്ധിപ്പിക്കും, പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ. എന്നിരുന്നാലും ഇത് പ്രാദേശിക സാമ്പത്തിക അസമത്വങ്ങളിലേക്ക് നയിച്ചേക്കാം. ഈ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്ന സാമ്പത്തിക അവസരങ്ങളിൽ നിന്ന് അമുസ്ലിം സമൂഹങ്ങൾ ഒഴിവാക്കപ്പെട്ടതായി തോന്നും. ഇത് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഇടയിൽ, പ്രത്യേകിച്ച് ബിസിനസ്, വ്യാപാര മേഖലകളിൽ മുസ്ലിങ്ങൾ ആധിപത്യം പുലർത്തുന്ന പ്രദേശങ്ങളിൽ അന്യവൽക്കരണ ബോധം വർദ്ധിപ്പിക്കും. സാമ്പത്തിക വളർച്ച സമഗ്രവും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും പ്രവർത്തനകരവുമാണെന്ന് ഉറപ്പാക്കാൻ സർക്കാർ സജീവമായ നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ട്. ഇത് അത്തരമൊരു സാഹചര്യത്തിൽ ഒരു വലിയ വെല്ലുവിളിയായി മാറിയേക്കാം. തൊഴിലിന്റെയും സംരംഭകത്വത്തിന്റെയും കാര്യത്തിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളുടെ ക്ഷേമത്തിനും സാമ്പത്തിക വികസനത്തിനും മുൻഗണന നൽകുന്നതാണ് മുസ്ലിം ഭൂരിപക്ഷ ഭരണം. ഈ പ്രദേശങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ, ബിസിനസ് വികസനം, സാമൂഹിക സേവനങ്ങൾ എന്നിവയിൽ കൂടുതൽ നിക്ഷേപം കാണാൻ കഴിയും. എന്നാൽ ഇത് പാർശ്വവൽക്കരിക്കപ്പെട്ടതായി തോന്നിയേക്കാവുന്ന മറ്റു മതസമൂഹങ്ങളുമായുള്ള പിരിമുറുക്കത്തിലേക്ക് നയിച്ചേക്കാം. കൂടാതെ സർക്കാർ കരാറുകൾ, ബിസിനസ് അവസരങ്ങൾ, ജോലികൾ എന്നിവയ്ക്കുള്ള മത്സരം വർദ്ധിപ്പിച്ചേക്കാം. ഇത് കമ്മ്യൂണിറ്റി സംഘർഷങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കും. മുസ്ലിം ഭൂരിപക്ഷമുള്ള കേരളത്തിലേക്കുള്ള മാറ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാധീനം സമുദായങ്ങൾ തമ്മിലുള്ള സാമൂഹിക ബന്ധത്തിലായിരിക്കും. മതപരമായ വ്യത്യാസങ്ങൾക്കിടയിലും ജനങ്ങൾ സമാധാനപരമായി സഹവസിക്കുന്ന കേരളം പരമ്പരാഗതമായി മതപരമായ സഹിഷ്ണുതയുടെ മാതൃകയാണ്. എന്നാൽ ഒരു മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനത്തിന്റെ ഉയർച്ച സാമുദായിക ഐക്യത്തിന് ഒരു പുതിയ വെല്ലുവിളികൾ കൊണ്ടുവന്നേക്കാം. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ അനുകൂലിക്കുന്ന നയങ്ങൾ കൊണ്ടുവന്നാൽ മതപരമായ പിരിമുറുക്കങ്ങൾ ഉയർന്നേക്കാം. മുസ്ലിം സമുദായത്തിന് കൂടുതൽ പ്രാതിനിധ്യത്തിൽ നിന്നും രാഷ്ട്രീയ ശക്തിയിൽ നിന്നും പ്രയോജനം ലഭിച്ചേക്കാമെങ്കിലും അമുസ്ലിങ്ങൾക്ക്, പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും പാർശ്വവൽക്കരിക്കപ്പെടുകയും ഭീഷണി നേരിടുകയും ചെയ്തേക്കാം. നിലവിൽ ഏറ്റവും വലിയ ഗ്രൂപ്പായ ഹിന്ദു സമൂഹത്തിന് പൊതുജീവിതത്തിൽ അവരുടെ സ്വാധീനം കുറയുന്നത് കാണാൻ കഴിയും. ഭൂമിയുടെ ഉടമസ്ഥാവകാശം, മതപരമായ കെട്ടിടങ്ങളുടെ നിർമ്മാണം, മതസ്ഥാപനങ്ങൾക്കുള്ള പൊതുധന സഹായം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തർക്കവിഷയമാകാം. ഓരോ സമുദായവും കൂടുതൽ പ്രാതിനിധ്യത്തിനായി മത്സരിക്കും. മതാന്തര സംഘർഷങ്ങൾക്കുള്ള സാധ്യത പ്രത്യേകിച്ച് മിശ്ര മത അയൽപ്പക്കങ്ങളിൽ വർദ്ധിപ്പിച്ചേക്കാം. വർഗീയ കലാപങ്ങൾ ഒഴിവാക്കിയ ചരിത്രമാണ് കേരളത്തിൽ ഉള്ളതെങ്കിലും ജനസംഖ്യാപരമായ മാറ്റം വിഭവങ്ങൾക്കായുള്ള മത്സരം വർദ്ധിപ്പിക്കാൻ ഇടയാക്കും. ഇത് സമുദായങ്ങൾക്കിടയിൽ ശത്രുതയ്ക്ക് കാരണമായേക്കാം. കേരളം അഭിമാനിക്കുന്ന വിശാലമായ സാമൂഹിക ഐക്യത്തെക്കാൾ മതവിഭാഗങ്ങൾ അവരുടെ മതപരമായ സ്വത്വത്തിന് ഊന്നൽ നൽകുന്നതിനാൽ ഇത് സ്വത്ത് രാഷ്ട്രീയത്തിന്റെ വളർച്ചയ്ക്ക് കാരണമാകും. ദീർഘകാലമായി കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക ഘടനയുടെ അടിസ്ഥാന സ്തംഭമായിരുന്ന മതേതരത്വം എന്ന ആശയം സംസ്ഥാനം മുസ്ലിം ഭൂരിപക്ഷമായി തീർന്നാൽ ഭീഷണിയിലാകും. കേരളത്തിന്റെ മതേതര സ്വത്വം വിവിധ മതസമൂഹങ്ങളെ സൗഹാർദ്ദപരമായി ജീവിക്കാൻ അത് അനുവദിച്ചിട്ടുണ്ടെങ്കിലും ജനസംഖ്യാശാസ്ത്രത്തിലെ മാറ്റം കൂടുതൽ മതപരമായ രാഷ്ട്രീയത്തിലേക്ക് നയിച്ചേക്കാം. ഇസ്ലാമിക രാഷ്ട്രീയ ഗ്രൂപ്പുകളുടെ ഉയർച്ച മതവും ഭരണവും തമ്മിലുള്ള അതിർവരമ്പുകൾ മങ്ങിക്കുകയും കേരളം അതിന്റെ മതേതര മൂല്യങ്ങളുടെ ക്രമാനുഗതമായ ക്ഷയം കാണുകയും ചെയ്യും. കൂടാതെ ദേശീയ മതേതരത്വത്തോടുള്ള
മനോഭാവത്തിൽ മാറ്റം ഉണ്ടാകാം. മതേതരത്വം ഭരണഘടനാപരമായി ഉറപ്പ് നൽകുന്ന രാജ്യമായ ഇന്ത്യയിലാണ് കേരളം സ്ഥിതി ചെയ്യുന്നതെങ്കിലും മുസ്ലിം ഭൂരിപക്ഷമുള്ള കേരളത്തിന് രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളുമായി പിരിമുറുക്കമുള്ള ബന്ധം ഉണ്ടായേക്കാം. മതേതരത്വത്തെ ചുറ്റിപ്പറ്റിയുള്ള വിശാലമായ ദേശീയ സംവാദം സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളുമായി വൈരുദ്ധ്യത്തിലേക്ക് നയിച്ചേക്കാം. ഇത് ഭരണത്തിൽ മതത്തിന്റെ പങ്കിനെക്കുറിച്ചും അത്തരം പശ്ചാത്തലത്തിൽ മതേതരത്വം എത്രത്തോളം നിലനിർത്താമെന്നതിനെക്കുറിച്ചും ചർച്ചകൾക്ക് കാരണമാകും. കേരളത്തിലെ മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനത്തിലേക്കുള്ള മാറ്റം അതിന്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക ഭൂപ്രകൃതിയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കൂടുതൽ സാമ്പത്തിക അവസരങ്ങൾ, വിദ്യാഭ്യാസ മെച്ചപ്പെടുത്തലുകൾ, മുസ്ലിങ്ങൾക്ക് വർദ്ധിച്ച രാഷ്ട്രീയ പ്രാതിനിധ്യം തുടങ്ങിയ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും സാമൂഹിക ധ്രുവീകരണം, രാഷ്ട്രീയ സംഘർഷങ്ങൾ, കേരളത്തിന്റെ മതേതര സ്വത്വത്തെ ദുർബലപ്പെടുത്തൽ എന്നിവയുൾപ്പെടെ കാര്യമായ വെല്ലുവിളികളും ഉണ്ടാകും. സമാധാനപരമായ സഹവർത്തിത്വത്തിന്റെ പാരമ്പര്യം നിലനിർത്തുന്നതിനും അതിന്റെ ബഹുസ്വര സമൂഹത്തിന്റെ നേട്ടങ്ങൾ എല്ലാവർക്കും തുടർന്നും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും കേരളം ഈ മാറ്റങ്ങൾ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.